الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ومن يعظم شعائر الله فإنها من تقوى القلوب ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാനും അവന്റെ കൽപ്പനകൾ അനുസരിക്കാനും അവന്റെ വിലക്കുകളിൽ നിന്ന് മാറി നിൽക്കാനും കഴിയുക എന്നത് വലിയൊരു സൗഭാഗ്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലം മുതൽക്ക് 8-ാമത്തെ വയസ്സ് മുതൽ 50-ാമത്തെ വയസ്സ് വരെ നബിയോടൊപ്പം സഹവസിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിത്വമാണ് അബൂ താലിബ്. ആ അബൂ താലിബിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത്, അബൂ താലിബ് നരകത്തിന്റെ ഏറ്റവും അടിയിലത്തെ തട്ടിലായിരുന്നു. എന്റെ പ്രാർത്ഥനയുടെ ശുപാർശയുടെ ഫലമായി അദ്ദേഹം നരകത്തിന്റെ മുകളിലാണിപ്പോ. എങ്കിലും അദ്ദേഹത്തിന്റെ തലയോട്ടി, തലച്ചോർ നരകത്തീന്റെ ശൈത്യം കാരണം തിളച്ചുമറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഈ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള തൗഫീഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്നും സത്യപ്രവാചകന്റെ ലക്ഷണങ്ങളാണ് പ്രവാചകൻ കാണിക്കുന്നതെന്നും
അബൂ താലിബ് നിരവധി തവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. നബിയുടെ നാവിലൂടെ ജനം കേട്ട ഖുർആനിനെയും അദ്ദേഹം ഒരുപാട് വാഴ്ത്തിയിട്ടുണ്ട്. പ്രവാചകന്റെ പ്രബോധന കാലഘട്ടത്തിന്റെ ആദ്യ സമയം നബിക്ക് നേരിടേണ്ടി വന്ന വൈവിധ്യമാർന്ന പ്രതിസന്ധികളിൽ, പരീക്ഷണങ്ങളിൽ, ശത്രുക്കളുടെ എതിർപ്പിന് പ്രൊട്ടക്ഷൻ തീർത്ത വ്യക്തിയായിരുന്നു അബൂ താലിബ്. കച്ചവട യാത്രകളിൽ നബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു പ്രകടമാക്കിയ ഒരുപാട് നബുവത്തിന്റെ മുമ്പായിട്ടുള്ള അടയാളങ്ങൾ നേർക്കുനേരെ കണ്ട് ബോധ്യപ്പെട്ട് യാത്രാമധ്യേ നബിയെയും കൊണ്ട് തിരിച്ചു പോന്ന വ്യക്തിത്വമാണ് അബൂ താലിബ്. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ മുഴുവൻ നബിയോടൊപ്പം സഹവസിച്ചിട്ടും നഷ്ടപ്പെട്ടു പോയത് ഈ ലോകത്ത് നമ്മുടെ ജീവിതം കൊണ്ട് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ നബിയുടെ ബാങ്കികളിൽപ്പെട്ട വ്യക്തിത്വമാണ് അബൂ മഹ്ദൂറ. മക്കം ഫത്ഹിന്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കുട്ടികൾ ബിലാലിന്റെ ബാങ്കിനെ പരിഹസിച്ച് ബാങ്ക് വിളിക്കുന്നത് കേട്ടപ്പോ ആ കുട്ടികളെല്ലാം വിളിച്ചു ചേർത്ത് ബാങ്ക് കൊടുപ്പിച്ചപ്പോ അതിലേറ്റവും മനോഹരമായ ബാങ്ക് വിളിച്ച വ്യക്തിത്വമാണ് അബൂ മഹ്ദൂറ. മനോഹരമായ ബാങ്ക് അദ്ദേഹത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടപ്പോ അദ്ദേഹത്തിന്റെ നെഞ്ചകത്ത് പ്രവാചകൻ കൈവച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ പോലും കാണാതെ, നബിയെ ഒന്ന് സ്പർശിക്കാതെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഇസ്ലാമിന്റെ വെളിച്ചം സ്വീകരിച്ച അനവധി പേരുണ്ട്. ഇവിടെയാണ് സുഹൃത്തുക്കളെ ദീൻ എന്നത് വലിയ ഭാഗ്യമാണ് എന്ന് പറയുന്നത്. ആ ഭാഗ്യം നിലനിർത്താനാണ് അല്ലാഹു 17 തവണ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മളോട് ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലാൻ പറഞ്ഞത്. ഈ വഴിയിൽ വന്ന പലരും ഇവിടെയില്ല. അവർ തെറ്റിപ്പോയി. അവർ ദീനിനെ നിഷേധിക്കുന്ന നിഷേധികളായി, പലരും എത്തിസ്റ്റുകളായി, നിരീശ്വരവാദികളായി, നിർമ്മതവാദികളായി, സ്വന്തം ഇച്ഛയെ അനുധാവനം ചെയ്ത് ദീനിനെ കാറ്റിൽ പറത്തിയവരായി, ദീനിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഫിത്നയായി വന്നപ്പോ അതിൽ വീണുപോയവരായി, ദേഹേച്ഛയെ പൂർത്തീകരിക്കാനുള്ള അവിഹിതങ്ങൾക്ക് വേണ്ടി, ലഹരിക്ക് വേണ്ടി, ആസ്വാദനത്തിന് വേണ്ടി, ആനന്ദ ജീവിതത്തിന് വേണ്ടി ദീനിനെ വലിച്ചെറിഞ്ഞ് പോയവർ അനവധിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീന് നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്കാകണം. പിശാച് തന്ത്രം മെനയുകയാണ്. നമ്മൾ ജനിക്കുന്നതിന്റെ മുമ്പേ നമ്മെ നശിപ്പിക്കാനുള്ള തന്ത്രം മെനഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ലഅനത്തുല്ലാഹ്. നമ്മൾ ജനിച്ച നിമിഷം മുതൽക്ക് നമ്മുടെ പിന്നാലെയാണ്. എന്തൊരു നന്മയാണോ നാം നമ്മിൽ കാക്ഷിക്കുന്നത്, ആ നന്മയെ നമ്മിൽ നിന്ന് ഇല്ലാതാക്കാൻ, എന്തൊരു നന്മയാണോ നാം ജനങ്ങളോട് പറയുന്നത്, ആ നന്മയ്ക്ക് വിരുദ്ധമായ വലിയ അബദ്ധങ്ങൾ നമ്മെക്കൊണ്ട് ചെയ്യിക്കാൻ, ദീനിന്റെ പേരിലും ദുനിയവിയായ ലാഭങ്ങളുടെ പേരിലും പലവിധ വാഗ്ദാനങ്ങൾ നൽകിയും മോഹങ്ങൾ നൽകിയും നമ്മെ പിഴപ്പിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ മുറുക്കി പിടിക്കാൻ നമുക്കാകണം. എത്രയോ യുവാക്കളാണ് ജീവിതം പാതി വഴിയിൽ അവസാനിപ്പിച്ച് മരിച്ചുപോയത്. വലിയ വലിയ ബിസിനസ്സുകാരായിരുന്നു അവര്. വമ്പൻ സൗധങ്ങൾ നിർമ്മിക്കുന്ന വലിയ വലിയ എഞ്ചിനീയർമാരായിരുന്നു അവര്. ഒരുപാട് പണം സമ്പാദിച്ചു കൂട്ടിയവരായിരുന്നു അവര്. സമ്പാദിച്ച പണം അതൊന്ന് സ്വന്തം ജീവിതത്തിൽ ആസ്വദിക്കാൻ പോലും കഴിയാതെ 31-ലും 41-ലും 50-ലും മരണപ്പെട്ടു പോയവർ നിരവധിയാണ്. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര എന്താണ്? ഖബറാണ്, മഹ്ശറാണ്, ഹിസാബാണ്, മീസാനാണ്, സിറാത്താണ്. പിന്നീട് ഒന്നുകിൽ സ്വർഗമാണ്, അല്ലെങ്കിൽ നരകമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തഖ്വയെ നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ നമുക്കാകണം. തിരക്കാണ് നമുക്ക്, സമയമില്ല നമുക്ക്.
പക്ഷേ അല്ലാഹുവിലേക്ക് കൊടുക്കേണ്ടത് കൊടുക്കാനുള്ള സമയം നാം കണ്ടെത്തിയില്ലെങ്കിൽ, ഇതെല്ലാം ഉപേക്ഷിച്ച് യാത്ര പോകുന്ന അന്ന് നാം വിരല് കടിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയാണ്, ദീനിനെ നിങ്ങൾ ബഹുമാനിക്കണം, ദീനിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ആദരിക്കണം. വമൻ യുഅദ്ദിം ശആഇറല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ, ആരാധനകളെ, അതിന്റെ അടയാളങ്ങളെ മഹത്വവൽക്കരിച്ചാൽ, അതിന് പ്രാധാന്യം കൊടുത്താൽ, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. അല്ലാഹുവിനൊരു ഗാംഭീര്യം കൊടുക്കൽ തഖ്വയുടെ ലക്ഷണമാണ്. നമസ്കാരത്തെ, നോമ്പിനെ, പുണ്യപ്രവർത്തനങ്ങളെ, ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളെ, നിയമാവലികളെ ആദരിക്കൽ, ബഹുമാനിക്കൽ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിൽ നിന്നുള്ള തഖ്വയുടെ ലക്ഷണമാണ്. നമുക്ക് നമസ്കരിക്കാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ, നമുക്ക് ദീനിന്റെ അടയാളങ്ങളെ, ദീനിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തുമ്പോ ഒട്ടും ഭയമുണ്ടാകുന്നില്ലെങ്കിൽ, നാം പേടിക്കണം സഹോദരന്മാരെ, നാം ഭയപ്പെടണം. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. റബ്ബിനോട് സദാസമയം നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവാണ് മനസ്സിനെ തുറന്നു തരേണ്ട വ്യക്തി. അല്ലാഹുവാണ് മനസ്സിനെ വിശാലപ്പെടുത്തുന്നവൻ. അല്ലാഹുവാണ് മനസ്സിന് നൈർമല്യം നൽകുന്നവൻ. ഹൃദയത്തിന് സൂക്ഷ്മതയും തഖ്വയും പടച്ച റബ്ബിലുള്ള ഭയവും നൽകുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് റബ്ബിനോട് നാം പ്രാർത്ഥിക്കുവാനും അല്ലാഹു നൽകിയ അവസരങ്ങളെ, ജീവിതത്തെ പരമാവധി ഉപയോഗപ്പെടുത്താനും നമുക്കാകണം. നാം ഇന്ന് മുഹറത്തിലാണ്. മുഹറം പരിപാവനമായ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളെ പവിത്രമാക്കിയപ്പോ ആ 4 മാസങ്ങളിൽ ഒരു പവിത്രമായ മാസം മുഹറം. വർഷത്തെ തുടങ്ങിയത് മുഹറം കൊണ്ടും വർഷത്തെ അവസാനിപ്പിച്ചത് ദുൽഹിജ്ജ കൊണ്ടും. ഈ 2 മാസത്തെയും അല്ലാഹു പവിത്രമാക്കി മാറ്റി എന്നത് നമുക്കുള്ള ഒരു അവസരമാണ്, നമുക്കുള്ളൊരു ഉണർത്തലാണ്, നമുക്കുള്ള ഒരു ആശംസയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫ്ദലു സിയാം ബഅദ ശഹ്രി റമദാൻ സിയാമു ശഹ്രില്ലാഹിൽ മുഹറം. റമദാനിന് ശേഷം വ്രതമനുഷ്ഠിക്കാൻ, നോമ്പെടുക്കാൻ ഏറ്റവും ആപ്റ്റായ മാസം അത് മുഹറം. മുഹറത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് ഷഹ്റുല്ലാഹ് അൽ മുഹറം, അല്ലാഹുവിന്റെ മാസമാണ് മുഹറം എന്നതാണ്. അല്ലാഹുവിലേക്ക് ഒരാളെ ചേർത്തി പറഞ്ഞാൽ, ഒരു പ്രദേശത്തെ ചേർത്തി പറഞ്ഞാൽ, ഒരു വ്യക്തിയെ ചേർത്തി പറഞ്ഞാൽ, ഒരു ദിവസത്തെ, ഒരു മാസത്തെ ചേർത്തി പറഞ്ഞാൽ, വല്ലതിനെയും റബ്ബിലേക്ക് ചേർത്തി പറഞ്ഞാൽ അതിന് വലിയ മഹത്വമുണ്ടെന്ന കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അല്ലാഹു പരിപാവനമായ ഒരു മാസത്തെയാണ് വർഷം തുടങ്ങാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് ആ ഒരു മാസത്തെ നമ്മൾ പരമാവധി നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ആളുകൾ മാസം നോക്കുന്നില്ല, ദിവസം നോക്കുന്നില്ല, വർഷങ്ങൾ നോക്കുന്നില്ല, നമ്മുടെ വയസ്സ് നോക്കുന്നില്ല, നമ്മൾ വന്നത് എന്തിനാണെന്ന് പോലും നോക്കുന്നില്ല, ജീവിക്കുകയാണ്. ആസ്വദിക്കണം, അനുഭവിക്കണം, ആനന്ദിക്കണം, ഉല്ലസിക്കണം. എന്ത് ചെയ്യുന്നു, ഇതിന്റെ പരിണിതി എന്താണ്, ഇതൊന്നും ചിന്തിക്കാതെയാണ് പലപ്പോഴും ജീവിക്കുന്നത്. ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂന അൽഹിറ വൽഹരീറ വൽഖംറ വൽമആസിഫ്. എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരാനിരിക്കുന്നു, അന്ന് മദ്യം ഹലാലാണെന്ന് പറയുന്ന, വ്യഭിചാരം അനുവദനീയമാണ്, അവിഹിതം അനുവദനീയമാണെന്ന് പറയുന്ന, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം അനുവദനീയമാക്കുന്ന, സംഗീതോപകരണങ്ങളുടെ അതിപ്രസരമുണ്ടാകുന്ന, അതെല്ലാം ഹലാലാണെന്ന് മുദ്രകുത്തുന്ന കാലഘട്ടം എന്റെ ഉമ്മത്തിന് വരാനിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാളുകൾ ദീനല്ല നോക്കുന്നത്, പടച്ച റബ്ബിന് പ്രീതിയുണ്ടോ എന്നല്ല നോക്കുന്നത്. ജോലിയെടുത്ത് മക്കളെയും ഭാര്യയെയും പോറ്റുമ്പോ അവരെന്നെ സ്നേഹിക്കണം, അവരെന്നെ പരിഗണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ, വായുവും വെള്ളവും ജീവനും നൽകി തന്നെ പരിചരിച്ചു കൊണ്ടു നടക്കുന്ന സൃഷ്ടാവിനോട് ഞാൻ കടപ്പെട്ടവനാണെന്ന് ചിന്തിക്കാതെ പോകുന്ന, വൈപരീത്യങ്ങളുടെ, വൈജാത്യങ്ങളുടെ, വിപരീതങ്ങളുടെ ലോകത്ത് ജീവിക്കുകയാണ് നമ്മൾ.
നാം സംരക്ഷിക്കുന്നവർ മുഴുവൻ നമ്മെ സംരക്ഷിക്കണമെന്നും നമ്മെ സ്നേഹിക്കണമെന്നും നമ്മെ പരിഗണിക്കണമെന്നും നമ്മെ അനുസരിക്കണമെന്നും നമ്മെ സന്തോഷിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്ന നമ്മെ ജനനത്തിന് മുമ്പ് മുതൽക്ക് ഈ ഇരിക്കുന്ന നിമിഷം പോലും നമുക്ക് വേണ്ട എല്ലാം ചെയ്തു നൽകുന്ന പടച്ച റബ്ബിന് വേണ്ടിയുള്ളത് കൊടുക്കണമെന്നത് മറന്നുപോകുന്ന ഒരു കാലഘട്ടം. നാം അങ്ങനെ ആയിക്കൂടാ. നാം ഗഫ്ലത്തിന്റെ ആളുകളാകരുത്, നാം യഖ്ളത്തിന്റെ ആളുകളാകണം. നാം അശ്രദ്ധരായിക്കൂടാ. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ എന്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഇതറിയാതെ പോകുന്നവരാകരുത് നമ്മൾ. ഒരു വിശ്വാസി എപ്പോഴും ബോധമുള്ളവനാകണം. മനസ്സ് പലതും മന്ത്രിക്കും. അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, നേരം വെളുക്കുമ്പോ ഒരു മനുഷ്യന്റെ മുന്നിൽ രണ്ട് കാര്യങ്ങൾ വരും. ഒന്നവന്റെ ഇച്ഛയാണ്, മറ്റൊന്നവന്റെ പ്രവർത്തനങ്ങളാണ്. ആരാണോ തന്റെ മനസ്സിന്റെ ഇച്ഛയുടെ പിന്നാലെ പോകുന്നത് അവൻ പരാജയപ്പെട്ടു പോകും. ആരാണോ തന്റെ പ്രവർത്തനങ്ങളുടെ പിന്നിലേക്ക് തന്റെ ഇച്ഛയെ, തന്റെ ആഗ്രഹങ്ങളെ മാറ്റിവെക്കുന്നത് അവനാണ് വിജയം വരിക്കാൻ സാധിക്കുക. തനിക്ക് എന്താണ് ചെയ്യാനുള്ളത്, താൻ എന്താണ് ചെയ്യേണ്ടത്, താൻ എന്താണ് ചെയ്തുകൂടാത്തത്, ഇത് മനസ്സിലാക്കി അതിലേക്ക് തന്റെ മനസ്സിനെ കൊണ്ടുവരുന്നവനാണ് വിജയം വരിക്കുന്നവൻ. അതുകൊണ്ട് ആ സ്വർഗം ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ ഖുർആൻ പറയുന്നത് വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹ നഫ്സ അനിൽ ഹവാ. പടച്ച റബ്ബിനെ പേടിച്ച് ഇച്ഛയെ നിയന്ത്രിച്ച് ജീവിക്കുന്നവനാണ് സ്വർഗമുള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം പരിപാവനമായ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം തെറ്റുകൾ വെടിയുക എന്നുള്ളതാണ്. മഹത്വമുള്ള ദിവസത്തിൽ, മഹത്വമുള്ള മാസത്തിൽ, മഹത്വമുള്ള പ്രദേശത്ത് നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലമുള്ളതുപോലെ തിന്മ ചെയ്താൽ വലിയ ഗൗരവമാണെന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ശീലങ്ങളുടെ അടിമകളാണ് നമ്മൾ. എന്തിനാ നമ്മൾ നമ്മുടെ സമയം ചിലവഴിക്കുന്നത്? എന്തിനാണ് ഈ ഫോണിൽ തോണ്ടിയിരിക്കുന്നത്? എന്താണ് നമുക്കതുകൊണ്ടുള്ള ബെനിഫിറ്റ്? ഒരിക്കലും നമ്മൾ ചിന്തിക്കാതെ പലതും കണ്ടും ആസ്വദിച്ചും കഴിച്ചു കൂട്ടുകയാണ്. ശീലിച്ചുപോയ ആ ശീലം അതെങ്ങനെ തുടർന്നുകൊണ്ടേ പോകുമ്പോൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരവും നമ്മുടെ ആയുസ്സുമാണെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഒരു സത്യവിശ്വാസി പരിപാവനമായ മാസത്തിൽ അതിന്റെ പവിത്രതയെ ഉൾക്കൊണ്ടുകൊണ്ട് നാം കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇമാം ഖതാദ റഹിമഹുള്ള പറയുകയാണ്, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ അക്രമം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പരിപാവനമായ മഹത്വപൂരിതമായ മാസങ്ങളിൽ നിങ്ങൾ പാപങ്ങൾ പേറരുത് എന്നുള്ളതാണ്. ആരെങ്കിലും ഈ മാസത്തിൽ പാപങ്ങൾ പേറിയാൽ അത് ഗൗരവപ്പെട്ട വിഷയമാണ് എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൂടെ ഈ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വാക്കുകൾ എടുത്തു വച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, പരിപാവനമായ പവിത്രമായ മാസത്തെ മഹത്വപ്പെടുത്തുകയും അവയിലെ പാപങ്ങളെ ഗൗരവപരമായി കാണുകയും പാപങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് പവിത്രമായ ഈ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിന്മകൾ വെടിയുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ മാസത്തിൽ നന്മകളെ പെരുപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം ശ്രദ്ധ കൊടുത്ത ഒരു മാസമാണ് ഈ മുഹറം മാസം എന്ന് പറയുന്നത്. മുഹറം 10 പ്രവാചകൻ വ്രതമനുഷ്ഠിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ഈ മാസത്തിൽ ജൂത ക്രൈസ്തവരും നോമ്പനുഷ്ഠിക്കുന്നുണ്ടല്ലോ മൂസ നബിയോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂസ നബിയുമായിട്ട് ഏറ്റവും അടുത്തവൻ ഞാനാണ്. അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ മുഹറം 9 ഞാൻ നോൽക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആശൂറയും താസുആയും നമുക്ക് സുന്നത്തായ നോമ്പുള്ള ദിവസമാണ്. പരിശുദ്ധ റമദാൻ നിർബന്ധമാക്കും മുമ്പ് ഈ നോമ്പുകൾ നിർബന്ധമായിട്ടായിരുന്നു സഹാബത്ത് പരിഗണിച്ചിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുകിൽ 9 അല്ലെങ്കിൽ 11 മുഹറം 10 കൂടെ നോമ്പനുഷ്ഠിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച സഹാബ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബത്ത് പറയുന്നുണ്ട്. റസൂലുള്ളാഹി നിർവഹിച്ചത് മുഹറം 10 റസൂലുള്ള ചെയ്യാൻ ആഗ്രഹിച്ചത് മുഹറം 9. അതുകൊണ്ട് സുന്നത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ് പ്രവാചകന്റെ പ്രവൃത്തി.
അതോടൊപ്പം ഔ മഹമ്മ ബിഹി, പ്രവാചകൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യവും സുന്നത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ 2 ദിവസങ്ങളെ നോമ്പനുഷ്ഠിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്, നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, നന്മയുടെ മാസങ്ങളിൽ, നന്മയുടെ സമയങ്ങളിൽ നമ്മൾ പുണ്യങ്ങൾ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമസ്കാരങ്ങളും ദിക്റുകളും ദുആകളും ദാനധർമ്മങ്ങളും അതുപോലെയുള്ള പുണ്യപ്രവർത്തനങ്ങളെ മഹത്വമാണ് എന്ന് പറഞ്ഞ ദിവസങ്ങൾ, മാസങ്ങൾ, പ്രദേശങ്ങൾ, സ്ഥലങ്ങൾ, അവിടങ്ങളിൽ നിർവഹിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആളുകൾ ദീനിനെക്കുറിച്ച് അശ്രദ്ധമാകുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ദീന് പരിഗണിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം. അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ, ഫിത്നയുടെ കാലഘട്ടത്തിലെ ഇബാദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകൾ എന്നിലേക്ക് ഹിജ്റ നിർവഹിക്കുന്നത് പോലെയാണ്, മഹത്വമുള്ള കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്യാമ്പസുകൾ തിന്മകളുടെ, അധാർമികതകളുടെ, അവിഹിതങ്ങളുടെ കേന്ദ്രമാകുന്ന പരിസരങ്ങൾ കൊള്ളയുടെ, കൊലയുടെ, അക്രമങ്ങളുടെ, അനീതികളുടെ, ആരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത അതിക്രമങ്ങളുടെ, ചൂഷണങ്ങളുടെ പരിസരമായി മാറിക്കൊണ്ടിരിക്കുന്ന, അനുദിനം പത്രമാധ്യമങ്ങൾ ഹൃദയത്തെ കീറിമുറിക്കുന്ന വാർത്തകൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കുവാനും നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാനും പരിപാവനമായ മാസങ്ങളെയും ദിവസങ്ങളെയും ആ നന്മ ചെയ്യാനുള്ള അവസരങ്ങളെയും പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുവാനും പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ ونصلي ونسلم على أشرف الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഖലീഫ ഹാറൂൺ റഷീദ് അബ്ബാസി ഭരണാധികാരികളിൽ ഏറെ ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിന് ശേഷം അധികാരമേറ്റെടുത്ത അദ്ദേഹത്തിന്റെ പുത്രൻ മഅ്മൂൻ, അദ്ദേഹത്തിന്റെ സവിധത്തിൽ ഒരു സുന്ദരനായ, സുമുഖനായ, കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാനും ചിന്തിക്കാനും ബോധമുണ്ടെന്ന് തോന്നുന്ന ഒരു ജൂതനായ യുവാവ് മഅ്മൂനിന്റെ മുന്നിൽ കടന്നുവരികയാണ്. മഅ്മൂൻ അദ്ദേഹത്തോട് ഇസ്ലാമിന്റെ മഹാസിനുകൾ പറയുകയും ഇസ്ലാം സ്വീകരിക്കാൻ അദ്ദേഹത്തോട് താൽപര്യം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം നിഷേധത്തോടെ, അതിനോടുള്ള വെറുപ്പ് പ്രകടിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന ഈ യുവാവ് മുസ്ലിമായിക്കൊണ്ടാണ് കടന്നുവരുന്നത്. മഅ്മൂൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇസ്ലാമിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടാണ് കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് പോയത്, പിന്നെ എന്താണ് താങ്കൾ ഇസ്ലാമിലേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, ഞാൻ ഇവിടെ നിന്ന് പോയ സമയത്ത് ഞാനൊരു എഴുത്തുകാരനായതുകൊണ്ട് തന്നെ എന്റെ ഭംഗിയുള്ള എഴുത്തുപയോഗിച്ച് ഞാൻ ആദ്യം ചെയ്തത് തൗറാത്ത് രചിച്ചു. തൗറാത്തിൽ ഞാൻ എനിക്കിഷ്ടമുള്ളത് ആഡ് ചെയ്തു, എനിക്കിഷ്ടമുള്ളത് ഞാൻ കട്ട് ചെയ്തു. അങ്ങനെ ഞാൻ പുരോഹിതന്മാർക്ക് തൗറാത്ത് സമർപ്പിച്ചപ്പോൾ അവർ വളരെ താൽപര്യത്തോടുകൂടെയും വളരെ പ്രോത്സാഹനത്തോടുകൂടെയും അതെന്നിൽ നിന്ന് വലിയ വില നൽകി സ്വീകരിക്കുകയുണ്ടായി. പിന്നീട് ഞാൻ ഇഞ്ചീൽ രചിക്കാൻ തുടങ്ങി. അതിലും ഞാൻ തൗറാത്തിൽ ചെയ്തതുപോലെ എനിക്കിഷ്ടമില്ലാത്തത് ഒഴിവാക്കി എനിക്കിഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ എന്റെ എഴുത്തെന്ന കല ഉപയോഗപ്പെടുത്തി ഞാൻ എഴുതി ചേർത്തു. അതും ഞാൻ പണ്ഡിതന്മാരുടെ മുന്നിൽ സമർപ്പിച്ചപ്പോൾ അവർ വലിയ വില നൽകി എന്നിൽ നിന്ന് സ്വീകരിച്ചു. മൂന്നാമത് ഞാൻ രചിച്ചത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിൽ ഞാൻ എന്റെ എഴുത്തിന്റെ വൈഭവം ഉപയോഗപ്പെടുത്തി പലതും ആഡ് ചെയ്ത് പലതും കട്ട് ചെയ്ത് ഞാൻ എഴുതി തീർന്നതിന് ശേഷം പണ്ഡിതന്മാർക്കല്ല, ഈ രംഗത്തുള്ള എഴുത്തുകാർക്ക് ഞാനത് സമർപ്പിച്ചപ്പോൾ അവർ എന്റെ എഴുത്തിനെ തള്ളിക്കളഞ്ഞു. അവർ പറഞ്ഞത് ഖുർആനിലുള്ള പലതും ഇതിനകത്തില്ല, ഖുർആനിലില്ലാത്ത പലതും ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇതിനെ തള്ളിക്കളഞ്ഞത് എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, അതാണ് എന്നെ ഇസ്ലാമിലേക്ക് നയിച്ചത് എന്ന മനുഷ്യൻ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ.
തീർച്ചയായിട്ടും ഈ ഖുർആനിനെ നാമാണ് ഇറക്കിയത്, നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ചർച്ചകൾ കടന്നു വരുമ്പോൾ ചില മുസ്ലിം നാമധാരികൾക്ക് തോന്നുകയാണ്, ഇസ്ലാം മോശമാണോ, ഇസ്ലാം അബദ്ധമാണോ, ഇസ്ലാം മുഹമ്മദിന്റെ രചനയാണോ, വിശുദ്ധ ഖുർആൻ എവിടെ നിന്നോ കിട്ടിയ കെട്ടുകഥയാണോ, 6-ാം നൂറ്റാണ്ടിലെ എന്തൊക്കെയോ ചില കുത്തിക്കുറിച്ച് ഉണ്ടാക്കിയ കാര്യങ്ങളാണോ എന്ന് ചില ആളുകൾക്ക് തോന്നുന്നുവെങ്കിൽ ഒരിക്കലുമല്ല. ലോകം എത്ര മുന്നോട്ട് സഞ്ചരിച്ചാലും അള്ളാഹുവിന്റെ കലാമിനെ അള്ളാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഫിർഔൻ പരിഹസിക്കുകയാണ് ചെയ്തത്. മജ്നൂൻ, ഭ്രാന്തൻ എന്നാണ് മൂസയെ ഫിർഔൻ വിളിച്ചത്. പക്ഷേ ഫിർഔനിന്റെ ചെലവിൽ ഫിർഔൻ വിളിച്ചു ചേർത്ത ആയിരക്കണക്കിന് സാഹിരീങ്ങളുടെ മുന്നിലാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു അദ്ദേഹത്തിലൂടെ ആ മുഅ്ജിസത്ത് അവിടെ പ്രകടമാക്കിയപ്പോ മുഴുവൻ സാഹിരീങ്ങളും നമ്രശിരസ്കരായി അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന ആശയത്തെ അവർ സ്വീകരിച്ചത് എങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ ശത്രുവിന്റെ ചിലവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രചരിപ്പിക്കുമെന്ന സത്യം നാം ബോധ്യപ്പെടണം. ആരെല്ലാം ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചാലും ഒന്നോ രണ്ടോ പേർ ഇതിനെ ചവിട്ടിമെതിച്ചാലും ആരെങ്കിലും ഖുർആനിന്റെ പതിപ്പിനെ മുഴുവൻ കൂട്ടി കത്തിച്ചു കളഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുതിമ്മു നൂരി, അവന്റെ പ്രകാശത്തെ അവൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്സത്തുള്ള മുസ്ലിമീങ്ങളാവുക. ഖുർആൻ അത് ദൈവീകമാണ്, അതിലൊരു സംശയവുമില്ല. അതിനെ അള്ളാഹു സംരക്ഷിക്കുമെങ്കിൽ അടുത്ത സംരക്ഷണം അതിന്റെ വക്താക്കൾക്കാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ചില ആളുകളുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ അവരാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ് വഖാസത്തുഹു. ഖുർആനിന്റെ ആളുകൾ അവർ അള്ളാഹുവിന്റെ ആളുകളാണ്, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്നാണ്. അതുകൊണ്ട് ഖുർആനിനെ സംരക്ഷിക്കുന്ന പടച്ചറബ് മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കണമെങ്കിൽ മുസ്ലിം ഉമ്മത്ത് വിശുദ്ധ ഖുർആനിന്റെ ചാരത്തുണ്ടാകണം. വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്ത് അതിന്റെ തണലിൽ ജീവിക്കുന്നവരായിരിക്കണം. ആ ഒരു ബോധത്തോടെ, മുസ്ലിമാണെന്ന ഇസ്സത്തോടെ നമ്മുടെ പ്രമാണത്തെ പഠിച്ചു മനസ്സിലാക്കി മുന്നോട്ടു പോകാനുള്ള പരിശ്രമമാണ് പുതിയ ചർച്ചകളും കോലാഹലങ്ങളും അതുപോലെ തന്നെയുള്ള പലവിധ അജണ്ടകളും ശത്രുക്കൾ മെനഞ്ഞുണ്ടാക്കുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ പാലിച്ചും അത് പ്രവർത്തിച്ചും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകിയും റബ്ബിന്റെ കാവലിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളെല്ലാം അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മനസ്സിൽ നാം താലോലിക്കുന്ന നല്ല ഒരുപാട് ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തീകരിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിലെ മോശമായ ചിന്തകളെ അള്ളാഹു കഴുകിക്കളയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളുടെ അനന്തര ഫലങ്ങളെ നമ്മിൽ നിന്ന് തടഞ്ഞുവെക്കുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള മുസീബത്തുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിമാറ്റുമാറാവട്ടെ. നമുക്കെതിരെ ഗൂഢാലോചനകളും തന്ത്രങ്ങളും മെനയുന്നവർക്ക് അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം സമ്മാനിക്കുമാറാവട്ടെ. അവരുടെ തന്ത്രങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സ്വാതന്ത്ര്യത്തെ നിലനിർത്തി തരുമാറാവട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘത്തിന് അള്ളാഹു ശക്തി പ്രദാനം ചെയ്യുമാറാവട്ടെ. ഭീകരതയെയും തീവ്രതയെയും അള്ളാഹു ഈ മണ്ണിൽ കബറടക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. നമ്മിലെ വിദ്യാർത്ഥികൾക്ക് അള്ളാഹു നല്ല ഭാവിയെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബിനികൾക്കും കുടുംബനാഥന്മാർക്കും മക്കൾക്കും ദീനും ഇഖ്ലാസും ഈമാനും എല്ലാ നിലക്കുമുള്ള ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും പരിഹരിച്ചു നൽകുമാറാവട്ടെ. നമ്മുടെ മനസ്സിന്റെ ഇരുട്ടുകളിൽ അള്ളാഹു പ്രകാശം നിറക്കുമാറാവട്ടെ. നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരുമാറാവട്ടെ. അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് അള്ളാഹുവിൽ അഭയപ്പെട്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന ബോധത്തോടെ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ
നമ്മുടെ അധ്യാപകന്മാർ, നമ്മുടെ സഹോദരി സഹോദരന്മാരായ വിശ്വാസികൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ സമയത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ ബറക്കത്തും റഹ്മത്തും എല്ലാവിധ കൺകുളിർമയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതകാലത്തെ പരീക്ഷണമായി നോക്കിക്കാണാനും മരണത്തിനപ്പുറത്ത് ഒരിക്കലും നഷ്ടപ്പെടാത്ത സ്വർഗത്തെ മനസ്സിൽ സ്ഥാപിച്ചുകൊണ്ട് അതിനുവേണ്ടി മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കാനുമുള്ള മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ നാശത്തിനു വേണ്ടി അജണ്ട മെനയുന്ന പിശാചിൽ നിന്നും അവന്റെ മനുഷ്യരിൽപ്പെട്ട കൂട്ടാളികളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത മനസ്സിന്റെ എല്ലാവിധ ഇച്ഛകളെയും കൂച്ചുവിലങ്ങിടാൻ അള്ളാഹു നമുക്ക് മനക്കരുത്തും ഈമാനും തഖ്വയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസരങ്ങളെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആരാധനകളോടുള്ള മടിയും അലസതയും അള്ളാഹു നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുമാറാവട്ടെ. ആഖിറത്തിനു വേണ്ടി മത്സര ബുദ്ധിയോടെ മത്സരിക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب